അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നതും കാണിക്കുന്നതുമായ കാര്യങ്ങൾ വടക്കൻ ഗസയിലെ ബെയ്ത്ത് ലാഹിയയിൽ നിന്നും ഇസ്രയേലി സൈന്യത്തിന്റെ ബലമായുള്ള കുടിയിറക്കൽ ഫലസ്തീനികളെ അങ്ങനെ ബലമായി കുടിയിറക്കി രക്ഷപ്പെട്ട് ഇസ്രയേലി സൈന്യത്തിന്റെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ സ്വന്തം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി റോഡ് വക്കിൽ നിന്ന് നിലവിളിക്കുന്നത് കാണാം. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഫലസ്തീനികളെ അവിടെ ഇസ്രയേലി സൈന്യം ചെന്ന് ഏത് നിമിഷവും ഇവിടെ ഒരു ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ബലമായി കുടിയിറക്കി ഒരു തുറസായ പ്രദേശത്തെ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫലസ്തീനികളെ ആട്ടിയോടിച്ച് ഒരു കേന്ദ്രങ്ങളിൽ ഒരു തുറസായ പ്രദേശത്ത് കൊണ്ടുവന്ന് ആക്കുന്നു. അതിനുശേഷം ഇസ്രയേലിന്റെ വ്യോമ സംവിധാനങ്ങൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. അവർ ആ തമ്പടിച്ചിരിക്കുന്ന പ്രദേശത്ത് വ്യോമാക്രമണം നടത്തുന്നു. അങ്ങനെ കൂട്ടക്കൊല നടത്തുന്നു. ഇതാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. ഈ രീതിക്കെതിരെ, ഈ വംശഹത്യക്കെതിരെ പകൽമാന്യന്മാരെന്നും ഞങ്ങൾ നിഷ്പക്ഷമതികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനേകം രാഷ്ട്രങ്ങളുണ്ട്. ഇവരെല്ലാം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇസ്രയേലിനെ ഇതിൽ നിന്നും വിലക്കാനോ ഇത് തെറ്റാണെന്ന് പറയാനോ അവർ തയ്യാറാകുന്നില്ല. അതായത് പണ്ട് ഹിറ്റ്ലർ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അന്ന് ഹിറ്റ്ലറിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഒരു മഹാരാജ്യമുണ്ട്. ഹിറ്റ്ലറിനെതിരെ ഉറഞ്ഞു തുള്ളിയ രാജ്യം അത് സോവിയറ്റ് യൂണിയനാണ്. ആ അന്നത്തെ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള സോവിയറ്റ് യൂണിയനായി അന്നവർ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറെ കുറ്റപ്പെടുത്തി. ഇന്ന് അതേ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഈ കൂട്ടക്കൊല കാണുമ്പോൾ പരസ്യമായിട്ടല്ല എങ്കിലും രഹസ്യമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിൽ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ പോലും ഇത് അരുതേ എന്ന് പറയുന്നില്ല. ഇതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല, ശബ്ദിക്കുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന നയം സ്വീകരിക്കുക. പിണറായി വിജയൻ അടക്കം ചെയ്യുന്നത് അതാണ്. ഒരു കാലത്ത് ഇസ്രയേലിന്റെ ഫലസ്തീൻ അക്രമത്തിനെതിരെ വലിയ വായിൽ ശബ്ദിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPIM. പക്ഷേ ഇന്നവർ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫലസ്തീനികൾ തീവ്രവാദികളാണെന്ന് രഹസ്യമായിട്ടാണെങ്കിലും സ്വകാര്യമായിട്ടാണെങ്കിലും അവർ പറയുന്നുണ്ട്. അവർ അങ്ങനെ പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, ഗതികെട്ടാൽ പട്ടിണി കിടന്ന് വലഞ്ഞ് അവശനായാൽ മാംസം കിട്ടില്ല എന്നുറപ്പായാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ CPIM എന്ന ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. പുല്ല് തിന്നാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരെണ്ണം പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കളായ ഒരുവൻ പോലും ഈ ഫലസ്തീൻ അതിക്രമത്തിനെതിരെ ഒരക്ഷരം ഉരിയാടുന്നില്ല. കാരണം മറ്റൊന്നല്ല, സംഘ് പരിവാർ പേടിയാണ്. ഇന്ത്യയിൽ സംഘ് പരിവാർ എവിടെയാണ് താല്പര്യം കാണിക്കുന്നത്? സംഘ് പരിവാറിന്റെ താല്പര്യം എന്താണ്? ആഗ്രഹം എന്താണ്? ഇച്ഛ എന്താണ്? ആ ഇച്ഛയ്ക്കനുസരിച്ച് നിന്നില്ല, പ്രവർത്തിച്ചില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു സംഭവം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകില്ല. തന്നെയുമല്ല, നേതാക്കൾക്കെല്ലാം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലമുതിർന്ന നേതാക്കൾക്കെല്ലാം ഭീകരമായ കേസിന്റെ നൂലാമാലയിൽ കുടുങ്ങി അവർ ആകെ എലിപ്പെട്ടിയിൽ എലി വീണതുപോലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആദർശവുമില്ല, ഒന്നുമില്ല. ആ കൊടിയുടെ ചുവപ്പ് മാത്രമേ ഉള്ളൂ. 10 ദിവസം ഈ ചുവന്ന കൊടി വെയിൽ കൊണ്ട് റോഡരികിലെ കൊടിമരത്തിൽ കിടക്കുമ്പോൾ അതിന്റെ നിറം മാറും, കാവി നിറമാകും. അപ്പോൾ കാവി സ്വഭാവവുമാകും. അങ്ങനെ കാവി സ്വഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തണമെങ്കിൽ, പാർട്ടിക്ക് വളരണമെങ്കിൽ ഫലസ്തീൻ എന്ന വിഷയം പ്രസംഗിച്ചേ പറ്റൂ, ഉയർത്തി കാണിച്ചേ പറ്റൂ. ഇന്ന് സംഘപരിവാർ ഭീതിയിൽ, പേടിയിൽ അവർ മറഞ്ഞിരിക്കുക. മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിന് പ്രതികൂലമായിട്ടോ ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരു സമയത്ത് വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. ഇവർക്കിന്ന് വലുത് ഭരണവും ഭരണസ്ഥിരതയും മന്ത്രി കസേരയും 300ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള രാജകീയമായ മന്ത്രി യാത്രകളും ഒക്കെയാണ്. അതിന്റെ നെട്ടോട്ടത്തിലാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കാണുന്നവരുടെ കണ്ണിൽ ഇതെല്ലാം ബോധ്യപ്പെടുന്നുമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മുഖ്യമന്ത്രിയെ ലാവ്ലിൻ കേസ് വേട്ടയാടുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വിളിച്ച് ചോദ്യം ചെയ്തു വിട്ടിരിക്കുന്നു. സംഘപരിവാറിനെ വിമർശിച്ചാൽ, സംഘപരിവാറിന്റെ തെമ്മാടിത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മുഖ്യമന്ത്രിയും മകളും ഒക്കെ ഒരുപക്ഷെ അകത്തു പോയേക്കാം. ആ ഭയത്തിൽ സംഘപരിവാറിനോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, സ്നേഹം കാണിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ പുറകെ പ്രേമാഭ്യർത്ഥനയുമായി നടന്ന കാമുകൻ, ആ കാമുകന്റെ മുഖത്ത് നോക്കി കരണത്തടിച്ചുകൊണ്ട് നീ പോടാ പട്ടി എന്ന് പെൺകുട്ടി പറഞ്ഞ് ആക്ഷേപിച്ചു വിടുന്നു. പക്ഷേ പട്ടി എന്ന് പറഞ്ഞാലും കരണത്തടിച്ചാലും പെൺകുട്ടിയോട് എപ്പോഴും സ്നേഹം തുളുമ്പുന്ന, ഇഷ്ടം തുളുമ്പുന്ന നോട്ടവുമായിട്ട് ആ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആകെ പെട്ടിരിക്കുകയാണ്. അതാണ് കാരണം. ഇപ്പോൾ സംഘപരിവാറിനെ എതിർക്കാൻ നിന്നാൽ വിവരമറിയും എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. മടിച്ചീലയിൽ കനമില്ലാത്തവന്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്, മടിച്ചീലയിൽ കനമില്ലാത്തവനാരെയും പേടിക്കേണ്ടതില്ല. ഈ കാഴ്ചപ്പാടിലുള്ള പെരുമാറ്റമായിരുന്നു ഈ അടുത്ത കാലം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അവരുടെ മടിച്ചീലയിൽ ഇങ്ങനെയൊന്നും കനം തൂങ്ങാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നതല്ല. ഇന്ന് മടിച്ചീലയിൽ കനം തൂങ്ങിയിട്ട് കൂന് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രത്തെ പേടിച്ചേ പറ്റൂ, ഭയന്നേ പറ്റൂ. അവർ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് സംഘപരിവാറിന് വളരെ വിനീത വിധേയനായിട്ട് അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് അവരെ എപ്പോഴെങ്കിലും ഒന്ന് തള്ളി പറയണമെങ്കിൽ ഡൽഹിയിൽ പോയി അവരുടെ അനുവാദം വാങ്ങിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് പത്രക്കാരുടെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഒരു വാക്ക് തള്ളിപ്പറയും. അത് അവർ തമ്മിലുള്ള ഒരു ധാരണയാണ്. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, കേസെടുക്കില്ല. അത് മുൻകൂട്ടി അനുമതി വാങ്ങിച്ചുകൊണ്ടുള്ള എതിർക്കൽ മാത്രമാണ് ഇപ്പോൾ കാണുന്ന എതിർപ്പുകൾ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇന്ന് വേറെ എവിടെയില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയെ നോക്കി തീവ്രവാദി എന്ന് വിളിക്കും, മുജാഹിദ് പ്രസ്ഥാനത്തെ നോക്കി തീവ്രവാദി എന്ന് വിളിക്കും, AP അബൂബക്കർ മുസ്ലിയാരെ ഒന്ന് പുകഴ്ത്തും, മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒക്കെ പണ്ഡിതന്മാരെ ഇകഴ്ത്തും. ഇങ്ങനെയൊക്കെ ചെയ്താൽ സംഘപരിവാർ എഞ്ചിനുള്ള ആളുകളുടെ വോട്ട് എല്ലാം അവരുടെ പെട്ടിയിൽ വന്ന് വീഴും എന്നൊക്കെയാണ് ഇവരുടെ ധാരണ. തന്നെയുമല്ല, സംഘപരിവാറിനെ പ്രശംസിക്കുന്നത് ഇവർ കേസിൽ കുടുങ്ങരുത്, കേസിന്റെ പേരിൽ അകത്താകരുത്, ഇങ്ങനെയുള്ള ചില ധാരണകളൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. എന്തിനും രക്ഷപ്പെടാൻ, മുസ്ലിങ്ങളെ ആക്ഷേപിച്ചാൽ രക്ഷപ്പെടാം. ഇതാണ് ഇപ്പോൾ സകല പാർട്ടിക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ കോൺഗ്രസിന്റെ കയ്യിലുമുണ്ട്. അടുത്ത വീഡിയോയിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഇത്തരം പ്രവൃത്തികൾ എന്താണെന്ന് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.